എണ്ണയിലൊന്നും പൊരിക്കാതെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മളെ വീട്ടിൽ സാധാരണയുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നങ്ങ് ഒരു പകുതി മൂപ്പായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴം വഴറ്റി കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോയത് കേട്ടോ. അതായത് നല്ലതായിട്ട് പഴുത്ത് അലിഞ്ഞ നേന്ത്രപ്പഴം എടുക്കരുത്. ഒരു പാകത്തെ പഴുപ്പിലുള്ള നേന്ത്രപ്പഴം വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലുള്ളൂ നമുക്കിത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അലിഞ്ഞൊന്നും പോവാതെ ആ ഒരു കഷ്ണമായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വഴറ്റിയെടുത്തിട്ട് ഈ ഒരു രീതിക്ക് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഒരുപാട് സമയമൊന്നും ഇട്ടിട്ട് വഴറ്റിയെടുക്കണ്ട. ഇതുപോലെ ഒന്നങ്ങ് വാടി വന്നാൽ മതി കേട്ടോ. ആ ഒരു കളർ ഒന്നങ്ങ് ചേഞ്ചായി വന്നാൽ മതി. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ ഒരുപാട് അങ്ങ് മൂക്കൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ടൊന്നങ്ങ് ആ ഒരു വെള്ളം ഒന്ന് വറ്റി ഒന്നങ്ങ് ഡ്രൈ ആയി വന്നാൽ മതി. ഈ ഒരു രീതിക്ക് തന്നെ ആയിക്കഴിഞ്ഞാൽ മതി. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സേമിയയാണ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതും ഒരുപാട് നേരം ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട. ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മതി ഒരു നെയ്യിലിട്ടിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലോ നിങ്ങൾക്ക് ഇതിന് പകരമാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം കൂട്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പാല് മുഴുവനായിട്ട് പാൽ ഉപയോഗിക്കണം എന്നില്ല. 1/2 കപ്പ് ചൂടുവെള്ളമോ 1/2 കപ്പ് പാലോ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സേമിയ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നങ്ങ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നങ്ങ് വെന്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ 3 എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുട്ട തന്നെ മതി കേട്ടോ ഈ ഒരു അളവിലേക്ക്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മതി കേട്ടോ ഏലക്ക മാത്രം പൊടിച്ചെടുത്തതാണെന്നുണ്ടെങ്കിൽ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്നങ്ങ് അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴവും തേങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാനവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു സേമിയ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയയിൽ ഇതുപോലെ കട്ടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വേർപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുഴിയിലായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കുഴിയിലും നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഓരോ കുഴിയിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുത്താൽ വെന്ത് കിട്ടും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായിട്ട് കിട്ടും. ഇനി ഇതൊന്നങ്ങ് ചൂടാറി വന്നിട്ട് നമുക്ക് ഓരോ കുഴിയിൽ നിന്നും എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്